വാട്സ്ആപ്പ് ഗൈസ്, ഇറ്റ്സ് മീ മിഥുൻ. വെൽക്കം ബാക്ക് ടു മോട്ടോർ കേസ് വ്ലോഗ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ NS200 Bs6 2021 ഒരു വാക്ക് അറൗണ്ട് ഫസ്റ്റ് ഇംപ്രഷൻ ഒരു സംഭവമാണ് നമ്മളോട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വണ്ടി ഒന്ന് സഹായിച്ചത് ബജാജിൻ്റെ റോയൽ ബജാജ് എന്ന് പറയുന്ന തൊഴുത്ത ഷോറൂമിൽ നിന്നാണ് നമുക്ക് വണ്ടി ലഭ്യമായിട്ടുള്ളത്. അപ്പോൾ മെയിനായിട്ട് നമ്മൾ ഈ ചാനൽ നോക്കുന്നത് എന്താണ് ഈ വണ്ടിയിൽ വന്ന മാറ്റങ്ങൾ എന്ന് മാത്രമാണ് നമ്മൾ ഇതിൻ്റെ അകത്ത് ജസ്റ്റ് നോക്കാനായിട്ട് പോകുന്നത്. ഫസ്റ്റ് നമുക്ക് ഈ NS200 Bs6 നോക്കുമ്പോൾ ഫ്രണ്ടിൽ മഡ്ഗാർഡ് ഒരു കാർബൺ ഫൈബർ ഫിനിഷ് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ അലവീൽസൊക്കെ ഇവർ വൈറ്റിലേക്ക് ആക്കിയിട്ടുണ്ട്. വൈറ്റ് സ്കീമാണ് കൊടുത്തിരിക്കുന്നത്. അത് പേഴ്സണലി എനിക്ക് അത്ര താല്പര്യമുള്ളതായിട്ട് തോന്നിയില്ല. കാരണം അത് മെയിൻറ്റെയിൻ ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടായിട്ട് നമുക്ക് പിന്നീട് അത് ഫീൽ ചെയ്യാൻ സാധ്യതയുണ്ട്. പിന്നെ എൻ്റെ ഫ്രെയിമിലേക്കും ഈ വൈറ്റ് സ്കീമാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ എൻജിൻ സ്പെക്സിൻ്റെ കാര്യം നിങ്ങളോട് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ലോ. ഇതിനകത്ത് 200cc സിംഗിൾ സിലിണ്ടർ Bs6 എമിഷൻ വരുന്ന ഒരു എഞ്ചിനാണ് ഇതിനകത്ത് വരുന്നത്. അത് പ്രൊഡ്യൂസ് ചെയ്യുന്ന മാക്സിമം പവർ എന്ന് പറയുന്നത് 24.5 മാക്സിമം ടോർക്ക് എന്ന് പറയുന്നത് 18.5 വരുന്നത്. അതൊക്കെ സെയിം ആയിട്ട് തന്നെ നടത്തിയിട്ടുണ്ട്. ബജാജ് മെയിനായിട്ട് ചെയ്തിരിക്കുന്നതിൻ്റെ 2 കളർ സ്കീംസ് ഉണ്ടെന്ന്, ഒരു റെഡും ഒരു ബ്ലൂവും. ഇത് നമ്മളിപ്പോൾ കാണിക്കുന്ന ഇവിടെ റെഡാണ്. പിന്നെ ഇതിൻ്റെ അകത്ത് ബ്ലൂവിൻ്റെ ഇതും കൂടെ കാണിക്കുന്നുണ്ട്. അപ്പം ഈ 2 കളർ സ്കീംസാണ് നമ്മൾ ഇതിൻ്റെ അകത്ത് കാണുന്നത്. വൈറ്റ് റെഡ് സ്കീമാണ് നമ്മൾ കാണുന്നത്. അല്ലാതെ വേറെ ടാങ്കൊക്കെ സെയിം 13 ലിറ്റർ ടാങ്ക് തന്നെയാണ് ഇതിൻ്റെ അകത്ത് വരുന്നത്. അതിൽ ഫ്രണ്ടിലെ വീൽ സൈസ് എന്നൊക്കെ പറയുന്നത് 100 സൈസ് തന്നെയാണ് ഫ്രണ്ടിലും വരുന്നത്. പിന്നെ മീറ്റർ കൺസോളിലൊന്നും ഒരു മാറ്റമൊന്നുമില്ല. ആ പഴയ മീറ്റർ കൺസോൾ തന്നെയാണ് ഇതിൻ്റെ അകത്ത് വരുന്നത്. അതിൻ്റെ അകത്ത് ബ്ലൂടൂത്ത് കണക്ടിവിറ്റി അങ്ങനെ സംഭവങ്ങളൊന്നുമില്ല. അതൊക്കെ ബജാജ് കേട്ടിട്ടോ എന്ന് പോലും എനിക്കറിയില്ല. അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ബജാജിൻ്റെ തന്നെ ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടില്ല. ബജാജിക്ക് ഈ സമയം ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ട സമയം വളരെ അതിക്രമിച്ചു എന്നാണ് എൻ്റെ പേഴ്സണലായിട്ട് അഭിപ്രായം. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഫീച്ചേഴ്സ് വൈസ് ആയിട്ടോ എൻജിൻ വൈസ് ആയിട്ടോ ഈ വണ്ടിയിൽ ഫ്യൂൽ ഇഞ്ചക്ഷൻ എന്നുള്ളൊരു സംഭവം കൊണ്ടൊന്നും അല്ലാതെ മറ്റൊന്നും തന്നെ ബജാജിൻ്റെ അകത്ത് ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടില്ല. പിന്നെ സൈഡിലൊക്കെ സൈഡ് വാനിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, അവിടെയും കുറച്ച് സ്റ്റിക്കർ വർക്കുകൾ കൊണ്ടുവന്നു. നമ്മൾ പേഴ്സണലായിട്ട് ഒരു മാർക്കറ്റിൽ പോയി ചെയ്യുന്ന സ്റ്റിക്കർ വർക്കും മോഡിഫിക്കേഷനും ബജാജ് കമ്പനി വൈസ് ആയിട്ട് ചെയ്തു തന്നു. അത്രയാണ് ഈ NS200 ബജാജ് ഇപ്പം കാണിച്ചു വച്ചേക്കുന്ന പരിപാടി. ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ അകത്തൊരു ഡുവൽ ചാനൽ ABS എങ്കിലും ഇൻകോർപ്പറേറ്റ് ചെയ്യാറുന്നു എന്നാണ് എൻ്റെ അഭിപ്രായം. പിന്നെ അതുപോലെ തന്നെ മീറ്ററൊക്കെ ഒരു ഡിജിറ്റൽ മീറ്റർ ആക്കുമോ, അല്ലെങ്കിൽ ലൈറ്റുകളൊക്കെ ഒരു LED ലൈറ്റുകളിലോട്ട് കൊണ്ടുവരികയോ ഒക്കെ ചെയ്യുക. ഇത് കണ്ട ബാക്കിലും ഒരു കാർബൺ ഫൈബർ ഫിനിഷാണ് ഇതിലും കാണാൻ പറ്റുന്നത്. ബാക്ക് വീലും നമുക്ക് ആ വൈറ്റ് അലവീലാണ് കാണുന്നത്. ബാക്ക് അലവീൽ വൈറ്റായുള്ള അവസ്ഥ നിങ്ങൾക്ക് NS ഉപയോഗിക്കുന്നവർക്കെല്ലാം അറിയായിരിക്കും. ചെയിൻ ലൂബ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അലവീലിലോട്ട് ലൂബ് കയറി പിടിച്ച് കഴിഞ്ഞാൽ മൊത്തം ചെളിയാവും. അത് കഴുകിക്കളയാൻ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഷോറൂമിൽ അവർ പറഞ്ഞു നമ്മൾ വളരെ കൂടുതൽ ഇത് കെയർ ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് കെയർ ചെയ്യാൻ മാത്രമാണ് ഇതിൻ്റെ അകത്തൊരു സമയം ഉണ്ടാവുള്ളൂ എന്നാണ് ഈ പുതിയ 200 എടുക്കുന്നവർക്ക് എനിക്ക് തോന്നുന്നൊരു കാര്യം. നിങ്ങൾ ഇത് ഇഷ്ടപ്പെട്ടോ എന്നുള്ള കാര്യം കമൻറ്റ് ബോക്സിൽ ജസ്റ്റ് ഒരു കമൻറ്റ് ചെയ്യുക. അങ്ങനെയാണ് നമുക്ക് ഇതിൻ്റെ അകത്ത് കാണാനായിട്ട് പറ്റുന്നത്. ബാക്കി എൻജിനൊക്കെ സെയിമാണ്. ഇതിൻ്റെ അകത്ത് 6 സ്പീഡ് ഗിയർ ബോക്സ് വരുന്നുണ്ട്. ബാക്കിൽ 130 സെക്ഷൻ ടയർ വരുന്നുണ്ട്. സീറ്റൊക്കെ കുറച്ചുകൂടി ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്. സീറ്റ് കുറച്ചുകൂടി സോഫ്റ്റ് ആക്കിയിട്ടുണ്ട് എന്നാണ് എനിക്ക് നോക്കിയപ്പോൾ കാണാൻ പറ്റിയത്. അപ്പോൾ ഇതിനകത്ത് നമുക്കത് ബ്ലൂ കളർ ആണ് എനിക്ക് കുറച്ചുകൂടെ പേഴ്സണലി ഇഷ്ടപ്പെട്ടത്. നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ എന്താണെന്ന് കമൻറ്റ് ബോക്സിൽ പറയുക. ബ്ലൂ കളറാണോ റെഡാണോ ഇഷ്ടപ്പെട്ടത്? എനിക്ക് പേഴ്സണലി ബ്ലൂ ആണ് ഇഷ്ടപ്പെട്ടത്. അതെങ്കിലും അങ്ങനെ കൊണ്ടുവന്നതിൽ ബജാജിന് ഒരു ചെറിയ ട്രേഡ് കൊടുക്കാം നമുക്ക്. പിന്നെ ബാക്കിയെല്ലാം സെയിം ക്വാളിറ്റി. പിന്നെ ഇതിനിടയ്ക്ക് നമ്മൾ ഈ ഫ്രണ്ടിലൊരു വൈറ്റ് സ്കീം കൊണ്ടുവന്നിട്ടുണ്ട് ഈ ടാങ്കിനിടയ്ക്ക്. അതൊക്കെ കഴുകാനും മെയിൻറ്റെയിൻ ചെയ്യാനൊക്കെ വളരെ ബുദ്ധിമുട്ടായിരിക്കും. അതൊക്കെ എന്തിനാണ് അങ്ങനെ ചെയ്ത് വെച്ചേക്കുന്നത് എനിക്കറിയില്ല. ബജാജ് എന്താണ് ഉദ്ദേശിച്ചതെന്ന് ഒരു ഐഡിയ കിട്ടണില്ല. അപ്പോൾ ഇതുപോലത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ബജാജ് ഇമ്പ്രൂവ് ചെയ്ത് എൻജിൻ വൈസും ടെക്നിക്കൽ വൈസും അതുപോലെ തന്നെ കുറച്ച് പുതിയ ഫീച്ചേഴ്സ് കൊണ്ടുവന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ NSനെയും ഇപ്പോൾ ശരിക്കും ഒരു ഔട്ട്ഡേറ്റ് ആയി തുടങ്ങിയോ എന്ന് സംശയം നമുക്ക് തോന്നും. കാരണം അതുപോലത്തെ ചില കാര്യങ്ങളൊക്കെയാണ് ബജാജ് ഇപ്പോൾ NS200 Bs6 2021 എഡിഷന് ചെയ്തു വെച്ചേക്കുന്നത്. ഇനി ഈ 2022 സെക്ഷനിലേക്ക് വരുമ്പോൾ ഇയറിലേക്ക് വരുമ്പോൾ എന്തൊക്കെ മാറ്റങ്ങളാണ് NSൽ വരുന്നതെന്ന് നമുക്ക് നോക്കിയിരുന്ന് തന്നെ കാണേണ്ടി വരും. അപ്പോൾ ഇതാണ് നമ്മുടെ NS200 Bs6 2021 ഒരു വാക്ക് അറൗണ്ട് ഫസ്റ്റ് ഇംപ്രഷൻ എന്നുള്ള രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റിയിരിക്കുന്ന കാര്യങ്ങൾ. അപ്പോൾ ഗൈസ്, ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളെല്ലാം കമൻറ്റ് രൂപത്തിൽ രേഖപ്പെടുത്തുക. ദിസ് ഈസ് മിഥുൻ. താങ്ക് യു ഫോർ വാച്ചിങ്.